അപ്പോൾ നമ്മളെന്തായാലും രാത്രി ചപ്പാത്തി ഉണ്ടാക്കൂലേ, ചപ്പാത്തിക്കും കൂടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ അഭിപ്രായം. ഹലോ. ഹലോ. എന്താണ് പരിപാടി ഇന്ന്? ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഒന്നുമില്ല. കറി നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. ചോറിന് മാത്രമല്ല, അപ്പം നമ്മളെന്തായാലും രാത്രി ചപ്പാത്തി ഉണ്ടാക്കൂലേ, ചപ്പാത്തിക്കും കൂടെ കൂടിയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ക്യാപ്സിക്കം വാങ്ങിയതൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാപ്സിക്കം എടുത്തു, അതിലൊരു സവാള, പിന്നെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ട് തക്കാളി എടുത്തു. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ചോറ് ഞാൻ സാധാരണ ഒരു പച്ചരിയുടെ ചോറാണ് വെച്ചത്. നമുക്ക് നെയ്ച്ചോറോ ബസ്മതി കൊണ്ടൊക്കെ ചോറ് വെക്കുകയാണെങ്കിൽ അതിന് ബെസ്റ്റാണ്. അപ്പം നമ്മൾ സാധാരണ ചോറാണ് വെക്കുന്നത്, പക്ഷേ കറി ഇതാണ്. ഇതെല്ലാം വെച്ചിട്ടൊരു കറി. നിലക്കടലൊക്കെ കാണാം. അത് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു ഓട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടി വെച്ചതാണ്. നിലക്കടല, പെരുംജീരകം, അതുപോലെ തന്നെ ജീരകം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ലൊരു കണ്ണെന്ന് വെള്ളം വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കട്ടിങ് പരിപാടിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ ഒരു ചതുരത്തിലാണ്, പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ട് മുറിക്കുന്നില്ല. കുറച്ചൊന്ന് നൈസായിട്ട് ചതുരത്തിൽ മുറിക്കാം നമുക്ക്. ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്യുന്നില്ല, ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. എണ്ണയിൽ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു കണക്ക് ആക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗത്തിന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാരലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഈ പൊട്ടറ്റോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ പെട്ടെന്ന് മാറും. നമുക്ക് വേഗം കട്ടിങ് പരിപാടി ചെയ്തെടുക്കാം. സവാള ഇങ്ങനെ തന്നെ. സവാള കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഞാൻ മുറിക്കും കേട്ടോ. ഇതുപോലെ ക്യാപ്സിക്കം കൂടെ മുറിക്കാം. അപ്പോൾ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. തക്കാളിയുടെ ഒക്കെ ആവശ്യമുണ്ട്, അത് പിന്നെ ചെയ്യാം. എന്തായാലും കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഒരു പാത്രം എടുക്കട്ടെ. ഞാൻ പാൻ എടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാരലായിട്ട് നമ്മളൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയൊക്കെ അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സമയം കാണാമല്ലോ. ഇതെന്തായാലും ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നിലക്കടല ഇടുകയാണ്. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഓയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ചൂടായി ഒന്ന് പാകമായി വരുമ്പോഴാണ് നമ്മൾ ജീരകവും പെരുംജീരകവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിപ്പം ശരിക്കും കേരള വിഭവമല്ല, അപ്പം നമുക്ക് നോർമലായിട്ടുള്ള വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഓയിൽ കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് ഫ്രൈ ആയിട്ട് വരണമല്ലോ. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലിനും കുറവാണ് ഇടുന്നത്. നമ്മൾ ജീരകം അല്ലാതെ ഇടുന്നത് കൊണ്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിലക്കടല ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പം ജീരകം ആയിട്ടുണ്ട്. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യം പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ അല്ലേ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നതുകൊണ്ട് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നിലക്കടല ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നിലക്കടലയിലേക്ക്
ജീരകം പെരുംജീരകം ഇട്ട് കൊടുക്കാം. ജീരകവും അതുപോലെ തന്നെ പെരുംജീരകവും ഒരു എന്താ ഫ്ലെയിം കൂടി തോന്നുകയാണെങ്കിൽ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ചൂട് കൂടിയും തോന്നിയിട്ടുണ്ടെങ്കിൽ. ചൂടിൽ നിലക്കടല ഏതാണ്ട് ആയിട്ടുണ്ട്. ജീരകവും അതുപോലെ പെരുംജീരകവും ഒന്ന് ചൂടായിട്ട് വരണം. അതിന് ശേഷം ഞാൻ ഓൾറെഡി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്, നല്ല ചൂടാണ്. അതിന് ശേഷം നമ്മളിത് തക്കാളിയുടെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പൊടിച്ചെടുത്തിട്ട് ചെയ്യാം. നമ്മൾ കുറച്ചാകുമ്പോൾ പൊടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തക്കാളിയുടെ കൂടെ തന്നെ, തക്കാളി എന്തായാലും പേസ്റ്റ് ആക്കണം, അപ്പോൾ അതുകൊണ്ട് കൂടെ ഇട്ടിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ അതിൽ കിടന്നാവേ. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം ഭയങ്കരമായിട്ട് കൂട്ടണ്ട, പെട്ടെന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ശരിക്കും ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ്, പൊടിയായിട്ട് തന്നെ ചേർക്കാമെന്ന് വെച്ചു. തക്കാളി നമുക്ക് വേറെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഞാനിത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് തക്കാളി പൊടിക്കാം. ഇത് രണ്ട് വിധത്തിലും ചെയ്യാൻ പറ്റുന്നതാ. ഇത് അല്ല, ഞാനിത് പൊടിയൂല, കുറച്ച് മാത്രമാണ്. അപ്പോൾ പൊടിയൂലെങ്കിലോ എന്ന് വിചാരിച്ച് തക്കാളിയുടെ കൂടെ ഇടാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ പൊടിയായിട്ട് നല്ല പൊടിഞ്ഞ് തന്നെ വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഡയറക്റ്റായിട്ടിട്ട് തക്കാളി പ്യൂരി ചെയ്തിട്ട്, ഞാനിപ്പോൾ പച്ച തക്കാളി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്ത് ചൂടൊക്കെ തണിഞ്ഞ് തൊലി കളഞ്ഞൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കവും സവാളയും ഒരുമിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കായാലും സവാളയായാലും ഒരുപാട് കുക്കാവണ്ട, അതുകൊണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ്, പിന്നെ കുറച്ച് പൊടികളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമല്ല, മഞ്ഞളും മുളകും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിനൊക്കെ ഇപ്പം കണക്ക് പറയണമെന്നാണ് പറയുക. അപ്പം നമ്മളിപ്പോൾ 1/2 ടീസ്പൂണാണ് ഉപ്പിടുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഉപ്പ് കുറവുള്ള ആളാണ്, അതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ പറയുന്നത്. അപ്പം ഇനി ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ടുണ്ട്, നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ക്യാപ്സിക്കോ അതുപോലെ സവാള ഒന്ന് സവാള നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി വരിക പറയില്ല, ആ ഒരു പാകത്തിനായിട്ട് വരണം. നമ്മൾ എന്തായാലും ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആ പൊടി ഉണ്ടല്ലോ, നിലക്കടല, ജീരകം, പെരുംജീരകം വെച്ചിട്ട് അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടാതിരിക്കേണ്ട, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്.
ചേർക്കാണ്. മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഒക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം കുറയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കാം. പക്ഷേ ഈ നിലക്കടല ചേർത്തതുകൊണ്ട് തന്നെ ഒന്ന് ഇതാ കട്ടിയായിട്ട് വരും കേട്ടോ. അതല്ല, ഇത് ശരിക്കും ചോറിനേക്കാളും ചപ്പാത്തിക്കാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അടിപൊളി കറിയാണ്. ഇതാ നമ്മളെ ക്യാപ്സിക്കം പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വേറെ നിവൃത്തിയില്ല, വേറെ ഒന്നുമില്ല. ഒരു സാലഡ് ഉണ്ടാക്കി ഇത് കഴിക്കുകയാണ്. എന്തായാലും ഇത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കാണ്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഗ്രേവി കുറവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി നല്ല തിളച്ച വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞങ്ങൾ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി എന്താ പറയുക, നല്ല ടേസ്റ്റുള്ളൊരു കറി. ജീര റൈസ് കൊണ്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ, ഇപ്പം ചിക്കനൊന്നുമില്ല, നമുക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് കറിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.